ഇന്നലെ തന്നെ ഞങ്ങളുടെ മെമ്പറിനെ പിടിച്ചെടുത്ത് ഞാൻ പറഞ്ഞു ഇത് ഇനിയിപ്പോൾ അടുത്ത ഞാനാട്ടോ എന്ന് എൻ്റെ മെമ്പറിനോട് പറയുകയോ ചെയ്താ ആ പറഞ്ഞ് തീർന്ന് മെമ്പർ അപ്പം ചിരിച്ചാണെങ്കിൽ അത് തുടങ്ങും ഇത് തുടങ്ങും അവരുടെ ആരാണ്ട പറമ്പിൽ എന്തോ പറമ്പിക്കട കയറി ടെൻഡർ കുടിക്കാൻ വേണ്ടി പറമ്പിക്കട കയറി വരും അതെന്തോ പേപ്പർ ശരിയാക്കാനുണ്ട് എന്ന് പറഞ്ഞ് തീർന്ന് ഞാൻ വീട്ടിലെത്തിയില്ല 8 മണിയാകുമ്പോൾ വീട്ടിലെത്തിയില്ല അപ്പം തന്നെ ഈ സംഭവം നടന്നു കഴിഞ്ഞു. കാരണം ഇന്നലെ മെമ്പറിനോട് പറഞ്ഞപ്പോൾ അവരൊക്കെ അതൊരു നിസ്സാരമാണ് അവർ ഇതാക്കിയെടുക്കുന്നത്. കാരണം മനുഷ്യൻ്റെ ജീവനൊരു ഒരു ഇതും ഇല്ലാതെ ഇവരിങ്ങനെ തുടങ്ങിയാൽ എന്നെ ചെയ്യണേ എന്തെങ്കിലും പറയുന്നുണ്ട് ഫോറസ്റ്റുകാരാന്നും പറഞ്ഞു അവരാന്ന് ഇവരാന്നും പറഞ്ഞു ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്ത് വേണ്ടോ ഞാൻ എപ്പോഴും മെമ്പറിനെ വിളിച്ച് ചോദിക്കുന്ന കാര്യം മെമ്പറെ അതിൻ്റെ ആ വഴിയുടെ കാര്യം എന്തായും ചോദിക്കുമ്പോൾ ശരിയാവും ഉടനെ തുടങ്ങും 22-ാം തീയതി കഴിഞ്ഞ മാസം 22-ാം തീയതി തുടങ്ങുമെന്ന് പറഞ്ഞ സംഭവം ഇനിയിപ്പോൾ 22-ാം തീയതി ഇനി ഈ മാസങ്ങൾ ഇനിയും ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. കാരണം ഇനി നീണ്ടു നൂർന്ന് 22 കിടക്കുവാണല്ലോ. ആ 22 ഉണ്ട്. ഇന്നലെ ഞാൻ മെമ്പറിനോട് പിടിച്ചെടുത്ത് ഞാൻ മെമ്പറിനോട് ദേഷ്യപ്പെട്ട ഞാൻ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം ഇനി അടുത്ത ഞാനാട്ടോന്ന്. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഈ ചേട്ടൻ ഇത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ഞാനായിരിക്കും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം രാത്രിയിൽ പണി കഴിഞ്ഞ് ഞാൻ തന്നെ നടന്നു പോകുന്ന വ്യക്തിയാണ്. ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ എന്നെ കൊണ്ടുവിടും. ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം മിക്ക ദിവസം ഇവിടാണ് എന്നെ കൊണ്ടുവിടുന്നത്. പക്ഷെ തിരിച്ച് ഇവക്കും വീട്ടിലെത്തണമല്ലോ. ഇവക്കും പിള്ളേരുള്ളതാണ് 2 പിള്ളേരുള്ളതാണ്. എന്നെ കൊണ്ടുവിട്ടിട്ടാണ് തിരിച്ച് ഇവക്ക് വിടണം. കാരണം എനിക്കപ്പോൾ വീട്ടിലൊരു സമാധാനം ഇരിക്കാൻ പറ്റില്ല. കാരണം ഇവക്ക് ഇവിടെ എത്തിയോ ഇല്ലയോ എന്നുള്ള പേടിയാണ് എനിക്ക്. കാരണം അതുപോലെ ഇവനാണെങ്കിലും വണ്ടിയെ പോകുന്നു. ഈ പയ്യൻ രാവിലെ വണ്ടി പോയിട്ട് രാത്രി വരുന്നത് എന്ത് ചെയ്യും? എൻ്റെ ചേട്ടൻ പുള്ളി പോകുന്നു. എൻ്റെ കെട്ടിയാനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇല്ല പുള്ളി വണ്ടി അടിക്കുമായിരുന്നു. അന്നും പുള്ളീനെ ഇതുപോലെ തന്നെ ഓരോ ഇതുണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങളൊരു 5-6 വീട്ടുകാർ മാത്രമേ ആ പ്രദേശത്തുള്ളൂ. അതുകൊണ്ട് യാതൊരു ഇതുമില്ല ഒരു ഇതില്ല. കാരണം എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഷൈൻ സാർ എന്ന് പറഞ്ഞാൽ ആ സാറ് വരും. ഏത് പാതിരാതിക്ക് നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ വരും. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ആനയുടെ ശല്യം കാരണം പിണർക്കട കിടന്നിറങ്ങാൻ പറ്റുന്നില്ല. ഇന്നലെ എൻ്റെ കൊച്ചു പറയും അമ്മ 5 മണിയപ്പോൾ ഞങ്ങൾ പറമ്പിൽ കളിച്ചുമ്പോൾ അമ്മ അതിൽ ആന കടന്നു പോയെന്ന് പറഞ്ഞു. എങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്? ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ജനങ്ങൾ വനംവകുപ്പിന്റെയും സർക്കാരിന്റെയും വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാതിരിക്കുന്നതും അവരുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അതായത് കാലാകാലങ്ങളായി പല വാഗ്ദാനങ്ങളും നൽകുന്നു, പക്ഷേ അതൊന്നും പ്രാവർത്തികമാകുന്നില്ല. അവർക്ക് വീട്ടിൽ കിടന്നുറങ്ങാനും കഴിയുന്നില്ല. ഇതാണ് ഈ കുട്ടമ്പുഴയിൽ മാത്രമല്ല ഈ മലയാറ്റൂർ ഡിവിഷനിലെ പലയിടത്തെയും സംഭവം ഇത് തന്നെയാണ്.